ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് മഷ്റൂമിൻ്റെ തീയലാണ്, കൂൺ തീയൽ കേട്ടോ. തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചു. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. അതിനുശേഷം തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തീയലിന് നമ്മൾ തേങ്ങാക്കൊത്തിടുന്നത് ഒന്നുകൂടെ ടേസ്റ്റാണ്. തേങ്ങാക്കൊത്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നതിന് ശേഷം എരിക്കനുസരിച്ച് പച്ചമുളക് ചേർക്കാവേ. ഞാനൊരു പച്ചമുളക്, നല്ല എരിയുള്ള ഒരു പച്ചമുളകും കറിവേപ്പിലയും 2 ചെറിയ സവാളയും ചേർത്തേക്കുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. സവാളയെക്കാട്ടിലും രുചി കൂടുതൽ ചെറിയ ഉള്ളിക്കാണ്. പിന്നെ കൂണാണ് എടുത്തേക്കുന്നത്. കൂൺ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടിട്ട് കുറച്ച് മഞ്ഞളും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. കൂടിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി അത് വെന്തോളും കേട്ടോ. ആവിയിൽ തന്നെ ഇരുന്ന് വെന്തോളും. അപ്പോൾ ഞാനിത് മഞ്ഞളും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് വറുത്തരയ്ക്കാനുള്ള തേങ്ങ വറുത്തെടുക്കാവേ. തേങ്ങയ്ക്കകത്തോട്ട് ഞാൻ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒരു വറ്റൽമുളകും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തു. തേങ്ങ മൂത്ത് വരാറാവുമ്പോഴത്തേക്ക് നമുക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഗരം മസാല മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, പെരിഞ്ജീരകം മാത്രമായിട്ട് ചേർത്താൽ മതി കേട്ടോ. പിന്നെ തേങ്ങ മൂത്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇതൊക്കെ കറിയുടെ അളവിന്, നമ്മൾ കൂണെടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് പൊടികളൊന്നും ഓവറായിട്ടിടണ്ട, എല്ലാം കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി തീയലിന് കേട്ടോ. അപ്പം തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മിക്സിയുടെ ജാറിലോട്ട്, തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാവേ. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. പിന്നെ ഇവിടെ മുംബൈയിലെ തേങ്ങയ്ക്ക് അതിൽ നിന്ന് എണ്ണ അധികം ഇറങ്ങാറില്ല കേട്ടോ. നമ്മൾ തീയലിന് വറുത്തരയ്ക്കുമ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലെ തേങ്ങയൊക്കെ അരയ്ക്കുമ്പോൾ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും. നമുക്ക് മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് അരയ്ക്കണം. ഇത് നോക്കിക്കാൻ അത്രയും നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട്, പക്ഷേ എണ്ണ തെളിഞ്ഞ് വരത്തില്ല. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് കൂൺ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുവാണേ. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് ലാസ്റ്റിൽ നോക്കുക. അതിനനുസരിച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ച് പറ്റിച്ചെടുക്കാവേ. ആദ്യമായി ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഇത് തീ കുറച്ച് വെച്ച് വേണം പറ്റിച്ചെടുക്കാൻ. നമ്മുടെ തീയലിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ മേളിൽ വരണം കേട്ടോ. അതാണ് ഇതിൻ്റെ പരുവം. കറിയൊക്കെ നല്ല തിളച്ച് പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.